നമസ്കാരം. സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ബാർക്കോഴ വിവാദത്തിൽ മന്ത്രി കെ.എം. മാണിയെ പുറത്താക്കി സമഗ്രാന്വേഷണം നടത്തണമെന്ന CPM പോളിറ്റ് ബ്യൂറോ അംഗം കോടിയേരി ബാലകൃഷ്ണൻ. അധികൃത സ്വത്ത് സമ്പാദന കേസിൽ പ്രതിയായ TO സൂരജിനെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന കേരള വികാസ് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ജോസ് ചെമ്പേരി. ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ കൂത്തുപറമ്പ് രക്തസാക്ഷിത്വ ദിനം ആചരിച്ചു. നാടകോത്സവത്തിന് കാഞ്ഞങ്ങാട് ഒരുങ്ങി. ആർട്ട് ഫോറത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന നാടകോത്സവത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായി. 58ാമത് സംസ്ഥാന സ്കൂൾ ഗെയിംസ് ചാമ്പ്യൻഷിപ്പിന്റെ 3ാം ഗ്രൂപ്പ് മത്സരങ്ങൾ ഈ മാസം 27 മുതൽ 29 വരെ കാസർഗോഡ് നടക്കും. 60ാമത് കേരള സ്റ്റേറ്റ് സീനിയർ പുരുഷ ബോൾ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് ഡിസംബർ 6-ന് കാഞ്ഞങ്ങാട്ട്. ഫണ്ട് സമാഹരണത്തിന് തുടക്കമായി. വാർത്തകൾ വിശദമായി. ബാർക്കോഴ വിവാദത്തിൽ മാണിയെ പുറത്താക്കി സമഗ്രാന്വേഷണം നടത്തണമെന്ന് CPM പോളിറ്റ് ബ്യൂറോ അംഗം കോടിയേരി ബാലകൃഷ്ണൻ ആവശ്യപ്പെട്ടു. LDF ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കളക്ടറേറ്റിൽ നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബാർക്കോഴ വിവാദത്തിൽ സർക്കാർ ഇപ്പോൾ നടത്തുന്ന അന്വേഷണം പ്രതികളെ രക്ഷിക്കാൻ വേണ്ടിയാണ്. ബാർക്കോഴ വിവാദത്തിൽ ജുഡീഷ്യൽ അന്വേഷണമാണ് ആവശ്യം. നിയമത്തിന്റെ വഴിക്ക് പോകുമെന്ന് പറയുന്ന മുഖ്യമന്ത്രി നിയമം അട്ടിമറിക്കാനാണ് ശ്രമിക്കുന്നതെന്നും കോടിയേരി ആരോപിച്ചു. സൂരജ്മാരാണ് ഉമ്മൻചാണ്ടി ഭരണത്തിൽ കേരളത്തിൽ വിലസിയത്. 418 ബാർ പൂട്ടിയിട്ടപ്പോൾ ആ ബാർ ഉടമസ്ഥന്മാരെ ഓരോരുത്തരെയും വിളിച്ച് വിലപേശിക്കൊണ്ടിരിക്കുകയാണ് ഗവൺമെന്റ് ചെയ്തത്. ഓരോ ബാറുകാരും നിശ്ചിത തുക നൽകിക്കഴിഞ്ഞാൽ അത്തരം ബാറുകൾ തുറന്നു കൊടുക്കാമെന്നായിരുന്നു ഗവൺമെന്റ് ഉദ്ദേശം. ഇതിന്റെ അടിസ്ഥാനത്തിൽ ബാറുകാരുമായി വിലപേശി കരാർ ഉറപ്പിച്ചതിന് ശേഷം എക്സൈസ് വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി ബാബു ഈ ബാറുകൾ തുറന്നു കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നിർദ്ദേശം ക്യാബിനറ്റിന്റെ പരിഗണനയ്ക്ക് വെച്ചു. ആരോപണ വിധേയരായവരെ സംരക്ഷിക്കാനാണ് ഇപ്പോൾ നടക്കുന്ന അന്വേഷണമെന്നും അദ്ദേഹം ആരോപിച്ചു. അനധികൃത സ്വത്ത് സമ്പാദിച്ചെന്ന കേസിൽ പ്രതിയായ പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറി സൂരജിനെ ഉടൻ അറസ്റ്റ് ചെയ്ത് ജയിലിലടക്കണമെന്ന് കേരള വികാസ് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ജോസ് ചെമ്പേരി വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സൂരജിനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കണം. കാരണം സസ്പെൻഷൻ എന്ന് പറയുന്നത് ഒരു ശിക്ഷയല്ല. വരവിൽ കവിഞ്ഞ സ്വത്ത് അഴിമതി പണത്തിലൂടെ സമ്പാദിച്ചു എന്ന് പറഞ്ഞ് നിരവധി കേസുകൾ കോടതിയിൽ രജിസ്റ്റർ ചെയ്യുകയും അതിന്റെ അടിസ്ഥാനത്തിൽ കോടതി പുറപ്പെടുവിച്ച സെർച്ച് വാറന്റിന്റെ അടിസ്ഥാനത്തിലാണ് വിജിലൻസ് റെയ്ഡ് നടത്തുന്നത്. വന്യമൃഗശല്യമുള്ള പ്രദേശങ്ങളിൽ ആവശ്യമുള്ള കൃഷിക്കാർക്ക് തോക്ക് അനുവദിക്കണമെന്നും വിദ്യാഭ്യാസ വായ്പയുമായി ബന്ധപ്പെട്ട റവന്യൂ റിക്കവറി നടപടികൾ റവന്യൂ ഉദ്യോഗസ്ഥർ നിർത്തിവെക്കണമെന്നും ജോസ് ചെമ്പേരി ആവശ്യപ്പെട്ടു. വിദ്യാഭ്യാസ വായ്പയുമായി ബന്ധപ്പെട്ട 2009 വിദ്യാഭ്യാസ വായ്പ എടുത്തുകൊണ്ട് 2014 വരെയുള്ള പലിശ കേന്ദ്ര ഗവൺമെന്റ് ഏറ്റെടുക്കുകയും അതിനാവശ്യമായ 2600 കോടി രൂപ കാനറ ബാങ്കിനെ പ്രാഥമികമായി ഏൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിന് നടപടിക്രമമൊന്നും തന്നെ ചില ബാങ്കുകൾ പൂർത്തിയാക്കി, പലരും പൂർത്തിയാക്കിയിട്ടില്ല. ഇപ്പോഴാറാറുമായിട്ട് ഇറങ്ങിയിരിക്കുക. റവന്യൂ ഉദ്യോഗസ്ഥരോട് പറയാനുള്ളത്, വിദ്യാഭ്യാസ വായ്പയുമായി ബന്ധപ്പെട്ട റവന്യൂ റിക്കവറി നടപടികൾ നിങ്ങൾ നിർത്തിവെക്കണം. ഭാവി പരിപാടികൾ തീരുമാനിക്കുന്നതിന് കേരള വികാസ് കോൺഗ്രസിന്റെയും കർഷക സംഘടന ഐക്യവേദിയുടെയും നേതൃത്വത്തിൽ വിദ്യാഭ്യാസ വായ്പ എടുക്കുന്നവരുടെയും വന്യമൃഗശല്യ ഭീഷണി നേരിടുന്ന കർഷകരുടെയും ഒരു യോഗം നവംബർ 28-ന് ഉച്ചയ്ക്ക് 1:30-ക്ക് പുതിയ കോട്ടയിലെ ഹോട്ടൽ ഫോർട്ട് വിഹാർ ഓഡിറ്റോറിയത്തിൽ ചേരുമെന്നും അദ്ദേഹം പറഞ്ഞു. വാർത്താ സമ്മേളനത്തിൽ C. രവീന്ദ്രൻ, R.K. കുര്യൻ, മുഹമ്മദ് സിദ്ദിഖ് ഫൈസി എന്നിവരും സംബന്ധിച്ചു. ഡിവൈഎഫ്ഐ നീലേശ്വരം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൂത്തുപറമ്പ് രക്തസാക്ഷി ദിനം ആചരിച്ചു. കോട്ടപ്പാറയിലാണ് പരിപാടി നടന്നത്. കൂത്തുപറമ്പ് രക്തസാക്ഷി ദിനം വൈവിധ്യമാർന്ന പരിപാടികളോടെ ആചരിച്ചു. ഡിവൈഎഫ്ഐ നീലേശ്വരം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോട്ടപ്പാറയിലാണ് പരിപാടി നടന്നത്. ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി TV രാജേഷ് MLA സമ്മേളനം ഉദ്ഘാടനം ചെയ്തു.
കോൺഗ്രസ് ഭരണം നമ്മുടെ രാജ്യത്തെ തകർക്കുന്നതാണ്. ഈ രാജ്യത്തെ വിദേശ ശക്തികൾക്ക് തീരെഴുതുന്ന നയമാണ് നടപ്പിലാക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് അധികാരത്തിൽ വരാൻ അവസരം ലഭിച്ചാൽ വ്യത്യസ്തമായ ഒരു ഭരണം കാഴ്ചവെക്കും എന്നാണ് ഈ കഴിഞ്ഞ 10 വർഷക്കാലം BJP ഈ രാജ്യത്തിലെ ജനങ്ങളോട് പറഞ്ഞത്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും, ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് വളരെ മുൻകൂട്ടി BJP അവരുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത് ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരുന്ന ശ്രീ നരേന്ദ്ര മോഡിയെ ആയിരുന്നു. മടത്തനാട്ട് രാജൻ അധ്യക്ഷനായി. DYFI ജില്ലാ സെക്രട്ടറി K മണികണ്ഠൻ, V പ്രകാശൻ, വിധുബാല തുടങ്ങിയവർ സംസാരിച്ചു. കാഞ്ഞങ്ങാട്ട് നാടകോത്സവം 27 മുതൽ നടക്കും. കാഞ്ഞങ്ങാട് ആർട്ട് ഫോറത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന നാടകോത്സവത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ പറഞ്ഞു. കാഞ്ഞങ്ങാട് ആർട്ട് ഫോറം സംഘടിപ്പിക്കുന്ന അഖില കേരള പ്രൊഫഷണൽ നാടകോത്സവം 27 മുതൽ 30 വരെ തീയതികളിൽ അലാമിപ്പള്ളി പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് വെച്ച് നടക്കും. അഡ്വക്കേറ്റ് K പുരുഷോത്തമൻ നഗറിൽ നടക്കുന്ന നാടകോത്സവം 27 രാത്രി 7 E ചന്ദ്രശേഖരൻ MLA ഉദ്ഘാടനം ചെയ്യും. വിവിധ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ചവരെ ചടങ്ങിൽ അനുമോദിക്കുമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ആർട്ട് ഫോറം കാഞ്ഞങ്ങാടിന്റെ ആഭിമുഖ്യത്തിൽ സംസ്ഥാന പ്രൊഫഷണൽ നാടകോത്സവം അഡ്വക്കേറ്റ് K പുരുഷോത്തമൻ നഗറിൽ ആലാപ്പള്ളി ബസ് സ്റ്റാൻഡിന് പരിസരം നവംബർ 27 വ്യാഴാഴ്ച തിരുതെളിയും. ഒരു കൂട്ടം കലാ സാംസ്കാരിക പ്രേമികളുടെ കൂട്ടായ്മയിൽ കഴിഞ്ഞ 10 വർഷമായി കാഞ്ഞങ്ങാട് ആർട്ട് ഫോറം പ്രവർത്തിച്ചു വരുന്നു. ഓർമ്മകൾ പുതുതലമുറയ്ക്ക് സമർപ്പിക്കുന്നതാണ് ബഹുജന പങ്കാളിത്തത്തോടെ നാടകോത്സവം സംഘടിപ്പിക്കുന്നത്. ആർട്ട് ഫോറം എല്ലാ വർഷവും നവംബർ ഡിസംബർ മാസത്തിൽ നാടകോത്സവം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. 27 നിഴലാട്ടപ്പെരുമ നാടകം അരങ്ങേറും. PVK പനയാൽ, ചന്ദ്രാലയം നാരായണൻ, അമ്മിണി ചന്ദ്രാലയം എന്നിവരെ ആദരിക്കും. 28 കൊല്ലം അയനം നാടകവേദിയുടെ മഴ കാറ്റിനോട് പറഞ്ഞത്, 29 പേരറിവാളൻ എന്ന നാടകവും അരങ്ങേറും. 30 സമാപന ദിവസം വടകര വരദയുടെ മണ്ടൻ രാജാവ് എന്ന നാടകവും അരങ്ങേറും. വാർത്താ സമ്മേളനത്തിൽ സംഘാടക സമിതി ചെയർമാൻ AV രാമകൃഷ്ണൻ, മടിക്കൈ കമ്മാരൻ, വർക്കിംഗ് ചെയർമാൻ C നാരായണൻ, ചന്ദ്രൻ അലാമിപ്പള്ളി, അംബുജാക്ഷൻ അലാമിപ്പള്ളി തുടങ്ങിയവർ സംബന്ധിച്ചു. 58ാമത് സംസ്ഥാന സ്കൂൾ ഗെയിംസ് ചാമ്പ്യൻഷിപ്പിന്റെ 3ാം ട്രൂപ്പ് മത്സരങ്ങൾ 27 മുതൽ 29 വരെ കാസർഗോഡ് നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 58ാമത് സംസ്ഥാന സ്കൂൾ ഗെയിംസ് ചാമ്പ്യൻഷിപ്പിന്റെ ഭാഗമായുള്ള വോളിബോൾ, ടെന്നീസ്, ബോൾ ബാഡ്മിന്റൺ, ക്രിക്കറ്റ്, ചെസ് എന്നീ മത്സരങ്ങളാണ് കാസർഗോഡ് നടക്കുന്നത്. 27 മുതൽ 29 വരെയുള്ള 3 ദിവസങ്ങളിലായാണ് മത്സരം നടക്കുന്നത്. 19 വയസ്സിനും 17 വയസ്സിനും താഴെയുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കുമുള്ള വോളിബോൾ, ടെന്നീസ്, ബോൾ ബാഡ്മിന്റൺ തുടങ്ങിയ മത്സരങ്ങൾ താളിപ്പടുപ്പ് മൈതാനിയിലും, ചെസ് മത്സരം അടുക്കത്തുബേൽ ഗവൺമെന്റ് ഹൈസ്കൂളിലും, ക്രിക്കറ്റ് മത്സരം വിദ്യാനഗർ മുനിസിപ്പൽ സ്റ്റേഡിയത്തിലുമായിരിക്കും നടക്കുക. സംസ്ഥാനത്തെ 13 ജില്ലകളിൽ നിന്നായി 816 കുട്ടികൾ മത്സരത്തിൽ മാറ്റുരയ്ക്കും. ബുധനാഴ്ച രാവിലെ മുതൽ എത്തിച്ചേരുന്ന വിവിധ ജില്ലാ ടീമുകളെ സ്വീകരിച്ച് അവർക്ക് അനുവദിച്ചിട്ടുള്ള താമസ കേന്ദ്രങ്ങളിലേക്ക് എത്തിക്കുന്നതിനുള്ള വാഹന സൗകര്യം ഉൾപ്പെടെയുള്ള ക്രമീകരണങ്ങൾ സംഘാടക സമിതി പൂർത്തിയാക്കി. 27 രാവിലെ 10 മണിക്ക് നടക്കുന്ന ഉദ്ഘാടന സമ്മേളനം NA നെല്ലിക്കുന്ന് MLAയും 29 നടക്കുന്ന സമാപന സമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PP ശ്യാമളാദേവിയും ഉദ്ഘാടനം ചെയ്യുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. 58ാമത് സംസ്ഥാന സ്കൂൾ ഗെയിംസ് 27, 28, 29 തീയതികളിൽ കാസർഗോഡ് അടുക്കത്തുള്ള ഗ്രൗണ്ടിലും അതേപോലെ മുനിസിപ്പാലിറ്റി ഗ്രൗണ്ടിൽ നടക്കുകയാണ്. ക്രിക്കറ്റ് നടക്കുന്നത് മുനിസിപ്പാലിറ്റിയാണ്. 5 ഗെയിമുകളിലായിട്ടാണ് ഈ സംസ്ഥാന ഗെയിംസ് കാസർഗോഡ് നടക്കുന്നത്. ഇതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് കാസർഗോഡ് MLA ബഹുമാനപ്പെട്ട NA നെല്ലിക്കുന്ന് അവറുകളാണ്. ഇതിന് അധ്യക്ഷത വഹിക്കുന്നത് മുനിസിപ്പൽ ചെയർമാൻ ശ്രീ T അബ്ദുള്ള അവറുകളാണ്. കാസർഗോഡ് നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ G നാരായണൻ, DDE C രാഘവൻ, KM ബല്ലാൽ, ശശികാന്ത്, K സൂര്യനാരായണ ഭട്ട്, കുഞ്ഞിക്കണ്ണൻ കരിച്ചേരി, C സുകുമാരൻ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. 60ാമത് കേരള സ്റ്റേറ്റ് സീനിയർ പുരുഷ ബോൾ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് ഡിസംബർ 6 കാഞ്ഞങ്ങാട്ട് നടക്കും. ദുർഗ ഹൈസ്കൂൾ ഗ്രൗണ്ടിലാണ് ചാമ്പ്യൻഷിപ്പ് നടക്കുന്നത്. 60ാമത് കേരള സ്റ്റേറ്റ് സീനിയർ പുരുഷ ബോൾ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിന്റെ ഫണ്ട് സമാഹരണം കാഞ്ഞങ്ങാട്ട് നടന്നു. ജില്ലാ വടംവലി അസോസിയേഷൻ രക്ഷാധികാരി VV രമേശൻ ആദ്യ ഫണ്ട് സംഘാടക സമിതി ചെയർമാൻ AC കുഞ്ഞിക്കണ്ണൻ നായർക്ക് നൽകി നിർവഹിച്ചു. കാസർഗോഡ് ജില്ലയിൽ കായിക മേഖലയിൽ ഒട്ടേറെ മത്സരങ്ങൾ സാക്ഷ്യം വഹിച്ച ജില്ലയാണ്. കഴിഞ്ഞ വർഷം സംസ്ഥാന പവർ ലിഫ്റ്റിംഗ് ചാമ്പ്യൻഷിപ്പ് കാസർഗോഡ് വെച്ച് നടക്കുകയുണ്ടായി.
ഈ പ്രാവശ്യത്തെ സ്റ്റേറ്റ് കമ്പവലി മത്സരത്തിൽ കോട്ടയത്ത് വെച്ച് നടന്നപ്പോൾ പുരുഷ വനിതാ ചാമ്പ്യന്മാരായത് കാസർഗോഡ് ജില്ലയാണ്. അതുപോലെ തന്നെ വോളിബോളിൻ്റെ നാടാണ് കാസർഗോഡ്. കബഡിയുടെ പിന്നെ ഞാൻ പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്കെല്ലാം അറിയുന്ന പോലെ കബഡി ഈ നാടിൻ്റെ ഒരു ഹരമാണ്. അങ്ങനെ കായിക മേഖലയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു പ്രദേശമാണ് കാസർഗോഡ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഭാവിയിൽ നമുക്ക് ഒരുപാട് താരങ്ങളെ വിവിധ കായിക മത്സരങ്ങളിലൂടെ വളർത്തിക്കൊണ്ടുവരേണ്ടത് ആവശ്യമാണ്. അത് നമ്മുടെ നാടിനെ ഗുണപരമായ ഒട്ടേറെ മാറ്റങ്ങൾ കായിക രംഗത്ത് പുരോഗതി ഉണ്ടാക്കാൻ സഹായിക്കും. സംഘാടക സമിതി ചെയർമാൻ ഡോക്ടർ AC കുഞ്ഞികൃഷ്ണൻ നായർ അധ്യക്ഷത വഹിച്ചു. ബോൾ ബാഡ്മിന്റൺ അസോസിയേഷൻ സെക്രട്ടറി K മധുസൂദനൻ സ്വാഗതവും പബ്ലിസിറ്റി കൺവീനർ K വിജയൻ നന്ദിയും പറഞ്ഞു. CPIM ചിത്താരി ലോക്കൽ സമ്മേളനത്തിന് തുടക്കം. രാവണേശ്വരം കളരിക്കാൽ ഓഡിറ്റോറിയത്തിലാണ് സമ്മേളനം നടന്നത്. മുതിർന്ന CPIM പ്രവർത്തകൻ O കൃഷ്ണൻ പതാക ഉയർത്തിയതോടെയാണ് സമ്മേളനത്തിന് തുടക്കമായത്. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം MV ബാലകൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 3 വർഷക്കാലം ദേശീയ തലത്തിൽ പാർട്ടി സംഘടനയെ മുമ്പോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി 20ാം പാർട്ടി കോൺഗ്രസ് തീരുമാനിച്ചിട്ടുള്ള സംഘടനാ തീരുമാനം എത്രമാത്രം രാജ്യത്ത് പ്രാവർത്തികമാക്കാൻ സാധിച്ചിട്ടുണ്ട്, വളർച്ചയുണ്ടായിട്ടുണ്ടോ, പിന്നോട്ടടിയാണോ ദൃശ്യമാകുന്നത്, അതല്ല സ്റ്റാഗ്നേഷനാണോ, മന്ദീഭാവ ഒരു സ്തംഭനമാണോ പാർട്ടി ദേശീയ തലത്തിലുണ്ടായിട്ടുള്ളത്? ഈ വക കാര്യങ്ങളെല്ലാം വളരെ വിശദമായി പരിശോധിച്ചുകൊണ്ട് വരുന്ന 3 വർഷക്കാലം നമ്മുടെ സംഘടനാ രീതിയിൽ, ശൈലിയിൽ, പ്രവർത്തനത്തിൽ ഏതൊക്കെ ദിശയിൽ മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട് എന്ന് പാർട്ടി കോൺഗ്രസ് ചർച്ച ചെയ്ത് ദേശീയ തലത്തിൽ ഒരു സംഘടനാ അല്ലെങ്കിൽ പ്രവർത്തന റിപ്പോർട്ട് N ബാലകൃഷ്ണൻ അധ്യക്ഷനായി. P കാര്യമ്പു അനുശോചന പ്രമേയവും B ബാലകൃഷ്ണൻ രക്തസാക്ഷി പ്രമേയവും അവതരിപ്പിച്ചു. P ദാമോദരൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. M പൊക്ലൻ, ചെറാക്കോട്ട് കുഞ്ഞിക്കണ്ണൻ, കാറ്റാടി കുമാരൻ, A കൃഷ്ണൻ, M കുഞ്ഞമ്പു, ദേവി രവീന്ദ്രൻ, മൂലക്കണ്ടം പ്രഭാകരൻ തുടങ്ങിയവർ സംസാരിച്ചു. പുത്തികപ്പുഴയിൽ നിന്നും സീതാങ്കോളി കിൻഫ്ര പാർക്കിലേക്ക് വെള്ളം കൊണ്ടുപോകാനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധം ശക്തമാവുന്നു. പദ്ധതി ഉപേക്ഷിച്ചില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭം ആരംഭിക്കുമെന്ന് പുത്തിക പുഴജല സംരക്ഷണ സമിതി ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പുത്തികപ്പുഴയ്ക്ക് കുറുകെ തടയണ കെട്ടി വെള്ളം സംഭരിച്ച് പൈപ്പ് ലൈൻ സ്ഥാപിച്ച് 6 കിലോമീറ്റർ അകലെയുള്ള കിൻഫ്ര പാർക്കിലേക്ക് വെള്ളം കൊണ്ടുപോകുവാനുള്ള നീക്കത്തിനെതിരെ നാട്ടുകാർ രംഗത്തെത്തിയിരിക്കുകയാണ്. കിൻഫ്രയിലെ വ്യാവസായിക ആവശ്യങ്ങൾക്കും മറ്റുമായാണ് വെള്ളം കൊണ്ടുപോകുന്നത്. നിലവിൽ ഈ പുഴയുടെ ഇരുഭാഗങ്ങളിലുമായി 8ഓളം ജലനിധി പദ്ധതിയിലൂടെ 500ഓളം കുടുംബങ്ങൾ കുടിവെള്ള ആവശ്യത്തിനും കാർഷിക ആവശ്യങ്ങൾക്കുമായി വെള്ളം ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ തടയണ നിർമ്മിച്ച് കിൻഫ്ര പാർക്കിലേക്ക് വെള്ളം കൊണ്ടുപോയാൽ പുത്തിക പഞ്ചായത്ത് ഒന്നാകെ വരൾച്ചാ പ്രദേശമായി മാറും. വേനൽക്കാലത്ത് കൊടിയ വരൾച്ച നേരിടുന്ന പഞ്ചായത്തിലെ ജനങ്ങളെ പദ്ധതി ദുരിതത്തിലാക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. ഇതിനെതിരെ ഡിസംബർ 1-ാം തീയതി പുത്തിക പഞ്ചായത്ത് ഹാളിൽ നാട്ടുകാരുടെ യോഗം ചേർന്ന് പ്രതിഷേധ പരിപാടികൾ ആസൂത്രണം ചെയ്യുകയും പ്രശ്നം മുഖ്യമന്ത്രിയുടെ മുമ്പാകെ അവതരിപ്പിക്കുന്നതിനാവശ്യമായ നടപടികൾ കൈക്കൊള്ളുമെന്നും ഭാരവാഹികൾ പറഞ്ഞു. കിൻഫ്ര ഇപ്പോൾ ആ ജലം തടഞ്ഞു നിർത്തി തടയണ കെട്ടിക്കൊണ്ട് കിൻഫ്രയിലേക്ക് വെള്ളമെത്തിക്കുവാനുള്ള നീക്കം നടത്തുന്നതായി ഞങ്ങൾ മനസ്സിലാക്കുന്നു. അതിനുള്ള പ്രാരംഭ നടപടികൾ അവർ ആരംഭിച്ചു എന്ന് ഞങ്ങൾ മനസ്സിലാക്കി. അതുകൊണ്ട് ജനങ്ങളുടെ പ്രതിഷേധം വലിയ പ്രതിഷേധം ഇതിൽ നിന്ന് വരുന്നു. പുത്തിക പഞ്ചായത്ത് ഇങ്ങനെ ഒരു പദ്ധതി നടപ്പിലാക്കിയാൽ വലിയ വരൾച്ചകൾ സംഭവിക്കും. അപ്പോൾ കൃഷിക്കാർക്ക് വേണ്ടത്ര വെള്ളം ലഭിക്കുന്നില്ല, കുടിവെള്ളത്തിന് ആവശ്യമായ വെള്ളം ലഭിക്കുന്നില്ല. അങ്ങനെ വലിയൊരു വരൾച്ച പ്രദേശമായി മാറും ഈ പഞ്ചായത്ത്. അതുകൊണ്ട് ജനങ്ങളുടെ ബുദ്ധിമുട്ടിക്കുന്ന ഈ നടപടിയിൽ നിന്ന് കിൻഫ്ര പിന്മാറണം എന്നുള്ളതാണ് ജനങ്ങളുടെ ആവശ്യം. സംരക്ഷണ സമിതി ഭാരവാഹികളായ AA കയ്യംകൂടൽ, P ഇബ്രാഹിം, മുഹമ്മദ് കുഞ്ഞി, ജിതേന്ദ്ര റൈ, വേണുഗോപാൽ, ഷുക്കൂർ തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. മാവുങ്കാൽ ദേശീയപാതയിൽ മത്സ്യലോറി മറിഞ്ഞു. 2 പേർക്ക് പരിക്ക്. മാവുങ്കാൽ ടൗണിലാണ് അപകടം. മാവുങ്കാൽ ടൗണിൽ മത്സ്യം കയറ്റിയ ലോറി നിയന്ത്രണം വിട്ട് മറിഞ്ഞു. ചൊവ്വാഴ്ച പുലർച്ചെയോടെയാണ് അപകടമുണ്ടായത്. നിയന്ത്രണം വിട്ട ലോറി കൽവർട്ടിന് ഇടിച്ച് മറിയുകയായിരുന്നു. ലോറി ഡ്രൈവർ ഷൈജു, കൂടെയുണ്ടായിരുന്ന വിനീഷ് എന്നിവർക്കാണ് പരിക്കേറ്റത്. ഇവരെ മാവുങ്കാലിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മലപ്പുറത്തു നിന്നും ഉള്ളാളിലേക്ക് മത്സ്യം കയറ്റി പോവുകയായിരുന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. നീലേശ്വരം തൈക്കടപ്പുറം വീവേഴ്സ് കോളനി കുടിയേറ്റ സുവർണ ജൂബിലി നിറവിൽ. ആഘോഷ പരിപാടികളുടെ ഭാഗമായി കുടുംബസംഗമം സംഘടിപ്പിച്ചു. ആദ്യകാല കുടിയേറ്റക്കാരെ ചടങ്ങിൽ ആദരിച്ചു. ആഘോഷ കമ്മിറ്റി ഉന്നതാധികാര കമ്മിറ്റി രക്ഷാധികാരി NK കൃഷ്ണന്റെ അധ്യക്ഷതയിൽ
കുടുംബസംഗമം നീലേശ്വരം വീവേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി പ്രസിഡന്റ് പി ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ശാരീയ വികസന സമിതി സംഘടിപ്പിച്ച ഈ കുടുംബസംഗമം പരിപാടി വളരെയധികം പ്രാധാന്യമുള്ള ഒരു കാലഘട്ടത്തിലാണ് നടത്തുന്നത് എന്നൊക്കെ പറയാതിരിക്കുന്നതാണ്. ഇന്ന് വിവിധ മേഖലകളിൽ കുടുംബശ്രീകളായാലും ജനശ്രീ ആയാലും ഇപ്പോൾ രൂപം കൊണ്ടുവരുന്ന റെസിഡൻഷ്യൽ അസോസിയേഷൻ ആയാലും തൊഴിലാളി മേഖലകളിലായാലും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥ മേഖലകളിലായാലും നമ്മുടെ സമൂഹത്തിന്റെ വിവിധ തുറകളിൽ ഇന്ന് കുടുംബസംഗമം നടന്നു വരികയാണ്. വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവർക്കുള്ള ഉപഹാര സമർപ്പണം കെ കൃഷ്ണൻ കുച്ചട്ടിയാർ നിർവഹിച്ചു. ബാബു എം ശാരീയ സമുദായ വികസന സമിതി പ്രസിഡന്റ് എൻ കെ സുരേന്ദ്രൻ ആദ്യകാല കുടിയേറ്റക്കാരെ ആദരിച്ചു. കെ രാജ്മോഹൻ നീലേശ്വരം മുഖ്യപ്രഭാഷണം നടത്തി. എം സുധൻ, കെ അജയൻ എന്നിവരും സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി. SLC, +2 പരീക്ഷകളിലെ ഉന്നത വിജയികൾക്കുള്ള ഉപഹാരങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു. കണ്ണങ്കൈ കുഞ്ഞിരാമൻ ഒരുക്കിയ പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി എന്ന ചിത്രത്തിന് ഡോൺ ബോസ്കോ ഇമേജ് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ 3 പുരസ്കാരങ്ങൾ. മികച്ച സിനിമ, നടൻ, രചന എന്നിവയ്ക്കാണ് അംഗീകാരം. കലാഭവൻ ഷാജോൺ അടക്കം 3 പേരെ അവസാന ഘട്ടത്തിൽ പിന്തള്ളിയാണ് കുഞ്ഞിരാമൻ മികച്ച നടനായത്. ഉണ്ണികൃഷ്ണൻ പള്ളിക്കാപ്പിലിന് മികച്ച രചനയ്ക്കുള്ള പുരസ്കാരം. ചിത്രത്തിന്റെ വിശേഷത്തിലേക്ക്. വൈകാരിക ശൂന്യമാകുന്ന മധ്യവർഗ ജീവിതത്തിന്റെ ആകുലതകളെ അഭ്രപാളിയിലെത്തിക്കുന്ന ഹ്രസ്വചിത്രമാണ് ദിൽദേവ് ക്രിയേഷൻസിന്റെ പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തെയ്യം കലാകാരനായ ബാലചന്ദ്രന്റെയും മകൾ ആതിര ബാലചന്ദ്രന്റെയും ആത്മസംഘർഷങ്ങളാണ് കണ്ണങ്കൈ കുഞ്ഞിരാമനും സംഘവും ചിത്രത്തിലൂടെ പ്രേക്ഷകരിലേക്ക് പകരുന്നത്. സഹപാഠിയെ പീഡിപ്പിച്ചതിന് അറസ്റ്റിലാകുന്ന അച്ഛനെ സംബന്ധിച്ച വാർത്ത ആതിരയുടെ മനസ്സിലുണ്ടാക്കുന്ന തെറ്റിദ്ധാരണകളിൽ ഒരു കുടുംബം എങ്ങനെ കൈമോശം വരുന്നു എന്നതാണ് ശ്രദ്ധേയമായ അഭിനയ മുഹൂർത്തങ്ങളിലൂടെ ഈ ചിത്രത്തിൽ അവതരിപ്പിക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പള്ളിക്കാപ്പിന്റെ രചനയിൽ അജിത് വേലായുധനാണ് ചിത്രം സംവിധാനം ചെയ്തത്. ചിത്രത്തിൽ ബാലചന്ദ്രൻ എന്ന കഥാപാത്രത്തെയാണ് കണ്ണങ്കൈ കുഞ്ഞിരാമൻ അവതരിപ്പിക്കുന്നത്. ഉണ്ണിരാജ് ചെറുവത്തൂർ, റിയ രമേശ്, സുമിത്ര രാജൻ, ഡോക്ടർ ബാലൻ മാസ്റ്റർ എന്നിവരും വേഷമിടുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തുളിച്ചേരി പുതിയോടൻ തറവാട് കളിയാട്ടത്തിന് സമാപനം. അനുഗ്രഹം തേടി 100 കണക്കിന് ആളുകൾ എത്തി. തുളിച്ചേരി പുതിയോടൻ വീട് തറവാട് കളിയാട്ടത്തിന് സമാപനം.
മൂവാളംകുഴി ചാമുണ്ടി, വിഷ്ണുമൂർത്തി, കാർണവൻ തെയ്യം, പൊട്ടൻ തെയ്യം തുടങ്ങിയ തെയ്യങ്ങൾ കെട്ടിയാടി. അന്നദാനവും നടന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബാർക്കോഴ വിവാദത്തിൽ മന്ത്രി കെ.എം. മാണിയെ പുറത്താക്കി സമഗ്രാന്വേഷണം നടത്തണമെന്ന CPM പോളിറ്റ് ബ്യൂറോ അംഗം കോടിയേരി ബാലകൃഷ്ണൻ. അധികൃത സ്വത്ത് സമ്പാദന കേസിൽ പ്രതിയായ TO സൂരജിനെ ഉടൻ അറസ്റ്റ് ചെയ്യണമെന്ന കേരള വികാസ് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് ജോസ് ചെമ്പേരി. ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ കൂത്തുപറമ്പ് രക്തസാക്ഷിത്വ ദിനം ആചരിച്ചു. നാടകോത്സവത്തിന് കാഞ്ഞങ്ങാട് ഒരുങ്ങി. ആർട്ട് ഫോറത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന നാടകോത്സവത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായി. 58ാമത് സംസ്ഥാന സ്കൂൾ ഗെയിംസ് ചാമ്പ്യൻഷിപ്പിന്റെ 3ാം ഗ്രൂപ്പ് മത്സരങ്ങൾ ഈ മാസം 27 മുതൽ 29 വരെ കാസർഗോഡ് നടക്കും. 60ാമത് കേരള സ്റ്റേറ്റ് സീനിയർ പുരുഷ ബോൾ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് ഡിസംബർ 6-ന് കാഞ്ഞങ്ങാട്ട്. ഫണ്ട് സമാഹരണത്തിന് തുടക്കമായി. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.